ട്രംപ് വരുന്ന സമയത്ത് സാറും ഒരു ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തെക്കുറിച്ച് പുലർത്തിയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. താങ്കളുടെ എഴുത്തിൽ, സാറിൻ്റെ ഒക്കെ എഴുത്തിൽ അത് ആദ്യം പറഞ്ഞ കാര്യങ്ങളില്ലേ, ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമേരിക്കയുടെ അകത്ത് നടക്കാൻ പോകുന്നതിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞതാണ്. അത് ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് താങ്കൾ സൂക്ഷിച്ച്, ഇറ്റ്സ് എ വെരി ഫ്ലാറ്ററിങ് തിങ് ഫോർ മീ കേട്ടോ. ഇത് ഈ രീതിയിൽ ചോദിക്കാനുള്ള കാര്യം ഇത്. സോ ദാറ്റ് മീൻസ് യു ഹവ് റെഡ് മീ കേട്ടോ. അതിൽ ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് ഒന്നാമത് അത് അമേരിക്കയുടെ, ഞാൻ പോൾ കെന്നഡിയുടെ പുസ്തകം പറഞ്ഞില്ലേ, അമേരിക്കയുടെ ഇൻറ്റേർണൽ ക്രൈസിസ് മുതലെടുത്തുകൊണ്ടാണ് അദ്ദേഹം 2016 പ്രസിഡൻ്റ് ആകുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഈ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്, അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തു, അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിലായിരിക്കണം. ആഭ്യന്തര കാര്യങ്ങൾ, അത് അമേരിക്കയുടെ തകർച്ച ഒഴിവാക്കണമെങ്കിൽ അവരുടെ ഇക്കോണമി റീബിൽഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള കടം പാടില്ല. കടം അറിയാമല്ലോ, കടത്തിൻ്റെ സ്ഥിതിയില്ല, അവരുടെ ഡെറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കടം വാങ്ങിച്ചുള്ള ഈ ജീവിതം പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ തുടർച്ചയായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇറാനിലെ യുദ്ധത്തിൻ്റെ ഒരു ഘടകവും അതാണ് ഈ പെട്രോൾ ഡോളർ എന്ന് പറഞ്ഞാൽ, ഈ 70കളുടെ ആദ്യത്തിൽ സൗദി അറേബ്യയുമായിട്ട് ചങ്ങാത്തം പിടിച്ചിട്ട് അമേരിക്ക കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ഗോൾഡായിരുന്നു ലോക ഇക്കോണമിയുടെ സ്റ്റാൻഡേർഡ്, അത് മാറ്റിയിട്ട് അമേരിക്കൻ ഡോളറാക്കണമെന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ സൗദി അറേബ്യയെ കൊണ്ട് ഒരു ഇത് കൊണ്ടുവന്നു, ഓയിൽ വിൽക്കുന്നത്, എണ്ണ വിൽക്കുന്നത് ഡോളറിൽ മാത്രം. അപ്പോൾ എണ്ണ ആർക്കാണ് ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അത് വളരെ ബുദ്ധിപൂർവ്വമാണ് അവർ ചെയ്തത്. അപ്പോൾ അത് കാരണം എല്ലാവർക്കും ഡോളറിന് ആവശ്യം വരുന്നു. അപ്പോൾ ഡോളറിനെ അവർ വേൾഡ് കറൻസി എന്ന് ചിത്രീകരിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പർച്ചേസിങ് പവർ അവർക്ക് കിട്ടി. അപ്പോൾ അവർക്ക് മറ്റുള്ള ഏത് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിലും അവർക്ക് ഒരു പ്രത്യേകതയുള്ളത്, ആ ഡോളറിനെ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ? സാമാന്യമായി. അതെ. എക്കണോമിക്സിലെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്, നമ്മൾ കറൻസി പ്രിൻ്റ് ചെയ്യുന്നതിന് സമയത്ത് നമ്മൾ അതിൻ്റെ അസറ്റ് ക്രിയേഷൻ വേണം, അതിനെ ബാക്ക് ചെയ്യുന്ന രീതിയിലുള്ള അസറ്റ് ക്രിയേഷൻ വേണം. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നതും ഈ പർച്ചേസിങ് പവർ ഉണ്ടാക്കുന്നതും. അതെ, യുക്തിപൂർവ്വം ആലോചിച്ചാൽ അതിൻ്റെ പിറകിലുള്ള പ്രിൻസിപ്പിൾ മനസ്സിലാക്കാം. ഇപ്പം അമേരിക്കയ്ക്കുള്ള എന്താണ് വലിയ അഡ്വാൻറ്റേജ്? അങ്ങനെ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളപ്പം പണമില്ലാതെ വരുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയപ്പോൾ വീട്ടിൻ്റെ ബാക്ക് യാർഡിൽ ഒരു പ്രിൻറ്റിങ് മെഷീൻ വെച്ചിട്ടുണ്ട്, വീട്ടിൽ പണമില്ല. അപ്പം ഭാര്യ പറയുന്നു പൈസയൊന്നും ഇല്ലയെന്ന് പറയുന്നു. അപ്പം താങ്കൾ പിറയിൽ ചെന്നിട്ട് ആ പ്രിൻറ്റിങ് മെഷീൻ ഓൺ ചെയ്യുന്നു, കുറേ രൂപ നോട്ടടിച്ച് വരുന്നു, അതിറക്കി പിറ്റേ ദിവസം അതുപോലെ ലാവിഷായിട്ട് ജീവിക്കുന്നു. ഈ ചെറിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതും രാജ്യത്തിൻ്റെ ശൈലിയും എല്ലാം ഇക്കാര്യത്തിലൊന്നാണ്. കടം വാങ്ങിച്ച് ജീവിക്കുകയാണെങ്കിൽ പ്രതിസന്ധിയല്ലേ, ഒരു ഘട്ടത്തിൽ വരില്ലേ അത്. അപ്പോൾ ഇന്ന് ഈ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി, ഇത്ര വലിയ കടത്തിൽ കഴിയുന്ന ഒരു രാജ്യം അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുകൊണ്ട് എന്ത് ബുദ്ധിശൂന്യതയായിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഡോളറിൽ നിന്നും ക്രമേണ ഗ്രാജുവലായിട്ട് മാറി തുടങ്ങി. അപ്പോൾ ഈ പെട്രോൾ ഡോളർ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ വിൽക്കുമ്പോൾ ഡോളറാണ് വരുന്നത്. ആ ഡോളർ അമേരിക്കയിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവിടുത്തെ ഒളിഗാർക്കീസ് ഈ ഇതായിട്ടുള്ളത്. അപ്പോൾ അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന തൂണാണ് ഈ പെട്രോൾ ഡോളർ. പെട്രോൾ ഡോളർ അപ്പം ഈ ഓയിൽ ഡോളറിലല്ലാതെ കച്ചവടം ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമാവും. ഇപ്പോൾ റഷ്യയും ചൈനയുമായിട്ടുള്ള കച്ചവടത്തിൽ, എണ്ണ ഉൾപ്പെടെയുള്ള കച്ചവടത്തിൽ അവർ ഡോളർ യൂസ് ചെയ്യുന്നില്ല. ഇന്നലെയോ മെനയാന്ന ഒരു പത്രത്തിൽ ഞാൻ കണ്ടു, ഇവിടുത്തെ ഈ ബ്രിക്സ് വരുന്നുണ്ടല്ലോ സമ്മിറ്റിൽ, അതിൽ ഒരു പ്രധാന ഒരു വിഷയം ഇതാണ്, ലോക്കൽ കറൻസികൾ വഴി യൂസ് ചെയ്യാനായിട്ട്, ട്രേഡിന് വേണ്ടി. അപ്പോൾ ഇന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ട്, ഇത് റഷ്യയുടെ അടുക്ക് ഈ രീതിയിൽ ചെയ്യാമെങ്കിൽ ഈ ഫോറിൻ കറൻസി റിസർവ്സും ഒക്കെ. അപ്പോൾ ഈ ഡോളർ നമ്മൾ ഓരോരുത്തരും കൈവയ്ക്കുന്നത് അമേരിക്കൻ ബാങ്കുകളിലല്ലേ വയ്ക്കുന്നത്. അതാണ് റഷ്യയും ചെയ്തിരുന്നത്. ഈ യുക്രൈൻ യുദ്ധം വരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു? അത് മുഴുവൻ ഫ്രീസ് ചെയ്തു.